ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത്? ഇതെന്തെങ്കിലും തരത്തിലുള്ള കർമ്മയാണോ, ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണോ, ടിൻ ഫ്ലെയിംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ സൈക്കിൾ. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ വിധി, ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് ഡെസ്റ്റിനി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, വിട്ടുകളയാതിരിക്കുക. ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഫീലിങ്സിലൂടെയും മാനസികമായിട്ടുള്ള സന്തോഷം, അതോടൊപ്പം മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത്രയും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ളൊരു എന്താ പറയുക, ഇതെൻ്റെ ആരോ ആണ്. നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം, ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് ആകുന്നു. ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതൊരിക്കലും നിങ്ങൾക്ക് പുറത്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ വന്ന ആ ഒരു സമയത്ത് ആ ഒരു ഫീലിങ്സ്, നിങ്ങൾ ഈ ഒരു ജന്മം അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷം, ഹാപ്പിനെസ് എന്തോ ആണ്. നിങ്ങളെ ഈ ഒരു വ്യക്തിയെ എനിക്കറിയാം, എൻ്റെ ആരോ ആണ്. ഈവൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള വ്യക്തികളെക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ. ഇതൊരു നിങ്ങളുടെ കീ ആണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കീ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, പലതരത്തിലുള്ള സ്പിരിച്വൽ നമ്പേഴ്സ് ലൈക്ക് 111 222 333 ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഈ നമ്പേഴ്സ് കാണാനിട വരിക. അല്ലെങ്കിൽ യൂണിവേഴ്സ് സയൻസ്, പലതരത്തിലുള്ള യൂണിവേഴ്സ് സയൻസുകളുണ്ട്. ഇവൻ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു 2 പ്രാവുകൾ, അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ്, പിന്നെ ബട്ടർഫ്ലൈസ്, അങ്ങനെ പിന്നെ പല പല സ്വപ്നങ്ങൾ കാണുക, ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങൾ. ചിലവർക്ക് ശരീരം തന്നെ കാണിച്ചു കൊടുക്കും. പലതരത്തിലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇത്തിരി വിഷമങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്. ഒരുപാട് രാത്രിയൊന്നും ഉറക്കമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരുടെ എനർജി നന്നായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ മനസ്സിലിട്ട് എന്താ പറയുക, വിങ്ങിപ്പൊട്ടുന്നൊരവസ്ഥ. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ആരും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ആരോടും തുറന്നു പറയാനും പറ്റാത്ത അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഇരുന്ന് കരയുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംബാലൻസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇംബാലൻസ് വരേണ്ട സമയം കൂടിയാണ്. ഇതൊരു എന്താ പറയുക, പക്ക ഡെസ്റ്റിനി റിലേഷൻഷിപ്പാണ്, ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഡിവൈൻ കണക്ഷനാണ് എന്നുള്ളതിൻ്റെ പലതരത്തിലുള്ള സൈനുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ വ്യക്തി എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. അറിഞ്ഞും അറിയാതെയും ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കാനോ വിട്ട് കളഞ്ഞിട്ട് പോകാനോ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം വേറൊരു വ്യക്തിയാണ് നിങ്ങളടുത്ത് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോകൂല. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിൽ നിന്നും അറുത്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക്. അത്തരത്തിലുള്ളൊരു കണക്ഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, unknown shore, the unknown awaits you, prepared to be challenged. നിങ്ങൾ പലരുടെയും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കും, ആ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കണം. ലൈക്ക് ഒരു 30 to 40 അല്ലെങ്കിൽ 30 to 60 ആ റേഞ്ചിൽ വരുന്ന ആൾക്കാരെ എനർജിയാണ് കൂടുതലും നമുക്കിവിടെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ലൈഫ് പാർട്ട്ണർ വേറെ ഉണ്ടായിരിക്കാം, അവർക്കും ലൈഫ് പാർട്ട്ണർ വേറെ ഉണ്ടായിരിക്കാം. പക്ഷേ
എങ്കിൽ പോലും നിങ്ങൾ കണക്റ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ എല്ലാ തരത്തിലുള്ള ഒരു ഇൻറ്റിമസി ഈ ഒരു പേഴ്സണായിട്ടായിരിക്കും. ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് പാർട്ട്ണർ ആരാണോ, ഇപ്പോൾ ഈ റീഡിങ് കാണുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ, ആ വ്യക്തി ഇപ്പോൾ ഇതിൽ നിന്നും വ്യതിചലിച്ചിട്ട് നടക്കുവാണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്നും പലതരത്തിലുള്ള വ്യതിചലനങ്ങൾ കാണുന്നുണ്ട്. ആദ്യമെല്ലാം സ്മൂത്തായിട്ട് പോയിരുന്ന റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അത് വേറെ ദിശയിലാണ് നിൽക്കുന്നത്. സോ ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അത് എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും സന്തോഷം മാത്രമല്ല, നിങ്ങൾ പലതരത്തിലുള്ള ചലഞ്ചസ്, വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്താ പറയുക ഫേസ് ചെയ്യേണ്ട സമയത്താണ് ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരുപാട് ഗൈഡൻസ് ആൻഡ് ഇൻസ്പിരേഷൻ കിട്ടുന്ന റിലേഷൻഷിപ്പ് കൂടിയാണ് ഇത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പലതരത്തിലുള്ള ഹീലിംഗ് ആണ്. മറ്റേ ഒരു മെഡിസിൻ പോലെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് വേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളെക്കാട്ടിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ജീവിക്കണം എന്നും പോലും ഇല്ല. ലൈഫിൽ എന്താണ് സന്തോഷം, ഒരുമാതിരി ഒറ്റപ്പെട്ട പോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ചുറ്റിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ, ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം ദൈവമേ, എനിക്കൊന്നും അറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷനിലും നമ്മൾ നടുക്കടലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, അതാണ് നിങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണുന്നത്. സോ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവും ഭാര്യയും, ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ സോൾ പാർട്ട്ണർ എന്ന് ഞാൻ പറയും. കാരണം നമ്മളുടെ ഒരു സോള് ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ള 2 സോൾമേറ്റ്സുകളാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലിയിൽ തന്നെയുള്ള ഒരു പേഴ്സൺ ആണ്. ഡിവൈന് മുമ്പിൽ മാരീഡ് ആയിട്ടുള്ള 2 പേരാണ് നിങ്ങൾ. ഈ ജന്മം നിങ്ങൾ ചിലപ്പോൾ വേറെ മാരീഡ് ആയിരിക്കണം, പക്ഷെ ഇത് നിങ്ങൾ വന്നിട്ട് ഡിവൈൻ മുമ്പിലാണ് മാരീഡ് ചെയ്ത് വന്നിട്ടുള്ള 2 സോൾമേറ്റ്സുകളാണ്, സോൾ പാർട്ട്നേഴ്സാണ് നിങ്ങൾ തമ്മിൽ. സോ നിങ്ങൾക്ക് ഈ ഒരു ജന്മം ഈ വ്യക്തി ആദ്യമായിട്ട് കാണണമെങ്കിൽ പോലും ആ സമയം നിങ്ങൾക്ക് എന്തോ ഒരു എന്താ പറയുക, നിങ്ങളുടെ സോളിനറിയാം, നിങ്ങളുടെ ബോധ മനസ്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ ഉപബോധ മനസ്സിന് ഈ വ്യക്തിയെ അറിയാം നന്നായിട്ട്. അതും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെക്കാട്ടി നന്നായിട്ട് തന്നെ നിങ്ങളുടെ സോളിന് ഈ വ്യക്തിയെ നന്നായിട്ട് അറിയാം.